ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫോറക്സ് ട്രേഡിങ് എന്താണ്, ഏതാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ലോകത്തെ എല്ലാ ബാങ്കുകളും എന്താ പറയുക ഫോറക്സ് ട്രേഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിക്ഷേപങ്ങൾ അവർ ട്രേഡിങ് ഉപയോഗിച്ചിട്ടാണ് നല്ല ലാഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എനിക്കുള്ള അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ നമുക്കിത് തുടങ്ങുമ്പോൾ യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും, ചില ആൾക്കാർ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാണ്ട് ലോട്ട് സൈസൊക്കെ കൂട്ടിയിട്ട് കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഐഡിയ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താക്കണം, മോചിതനാകാൻ വേണ്ടിയിട്ട് ഇത് പഠിച്ചേ തീരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ആക്കി തരാം. അധികം നീട്ടുന്നില്ല, കാര്യങ്ങൾക്ക് നമുക്ക് കിടക്കാം. നമ്മൾക്ക് ഫോറക്സ് ട്രേഡിങ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു എന്താ പറയുക കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ വേണ്ടിയിട്ടാവില്ല. അപ്പോൾ കോൺഫിഡൻസോട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു 10% മുതൽ 30-40 അതുകൊണ്ട് അതിലധികം നമുക്ക് കൊയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഫോറക്സ് ട്രേഡിങ്. അപ്പോൾ എല്ലാവരും ക്ഷമപൂർവ്വം എന്താ പറയുക ഈ വീഡിയോ കാണുക. അപ്പോൾ ഫോറക്സ് ട്രേഡിങ് എന്താണെന്ന് വെച്ചാൽ കറൻസികളെ എക്സ്ചേഞ്ച് ആണ് ഫോറക്സ് ട്രേഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറൻസികൾ നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ പോയാൽ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ പോയാൽ കറൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അത് നമ്മൾ ഇലക്ട്രോണിക്കലി ചെയ്യുന്നതാണ് ഫോറക്സ് ട്രേഡിങ്. നമ്മൾ കാര്യങ്ങളിലേക്ക് കടന്നാലേ ബാക്കിയുള്ളവർക്ക് എന്താ പറയുക ഇതിനോടൊരു താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ കുറേ നീട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് ബ്രോക്കർ വേണം. അപ്പോൾ ലോകത്ത് കുറേ തരം ബ്രോക്കേഴ്സ് ഉണ്ട്. ഫോറക്സിലായാലും ഇന്ത്യൻ ട്രേഡിങ്ങിലായാലും കുറേ തരം ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കുക, ബ്രോക്കർ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഫസ്റ്റിൽ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റ ട്രേഡർ 4 എന്ന് സെർച്ച് ചെയ്യണം. അത് ചെയ്ത ശേഷം ഞാൻ ആദ്യമേ ഡൗൺലോഡ് ആക്കിയിന് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനത്തെ ഒരു പൈസ കാണാൻ വേണ്ടി കഴിയുമോ. അപ്പോൾ അതിൽ 3 ഡോട്ടില്ലേ, 3 ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഡെമോയിൽ തുടങ്ങാം. അതാണ് നമുക്ക് റിസ്ക് ഇല്ലാണ്ട് പഠിക്കാമല്ലോ. അപ്പോൾ ഡെമോയിൽ തുടങ്ങാം. ഓപ്പൺ ഡെമോ അക്കൗണ്ട് എന്നിട്ട് നമുക്കൊരു ബ്രോക്കർ സെർച്ച് ചെയ്യാം. FXDM നമുക്ക് തൽക്കാലം ഇതെടുക്കുക, ഫോറക്സ് ടൈം FXDM ECN ഡെമോ. എന്നിട്ട് അതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്താക്കുക, ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങളെ നെയിം മിനിമം 6 ക്യാരക്ടർ വേണം, ഫോൺ നമ്പർ, ഇമെയിൽ. അത് ചെയ്ത ശേഷം അക്കൗണ്ട് ഇൻഫർമേഷൻ FXDM USD, ലിവറേജിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. അത് ആ സമയത്ത് ഞാൻ പറയും, നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് 1:500 എടുക്കുക. ഡെപ്പോസിറ്റ് എത്രയാണ് ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ആ സമയത്ത് നോക്കണം. ഇപ്പോൾ ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 5,000 കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് അടിക്കുക. അതുവരെ ആക്കിയിട്ട് ആദ്യമേ ക്രിയേറ്റ് ചെയ്തതിനെ അതാ കാണിക്കാത്തത്. അതുവരെ ആക്കിയിട്ട് ഇത് കണ്ടോ, 5,000 അക്കൗണ്ടാണ് ഞാൻ ക്രിയേറ്റ് ആക്കിയത് ഡെമോ ആയിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നെ കണ്ട കുറേ പേയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. AUD CAD, AUD CHF, അങ്ങനെ കുറേ AUD NSD, അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്, 2 നാണയങ്ങൾ ചേർന്നിട്ടില്ല ഒരു പേരാണിത്. പിന്നെ അതേപോലെ തന്നെ എല്ലോ AUD USD CAD CHF, അങ്ങനെ കുറേ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ്, പിന്നെ ക്രൂഡ് ഓയിൽ, പിന്നെ സിൽവർ, അതൊക്കെ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ബാക്കി നമുക്ക് എന്താക്കുക, പിന്നീട് ഒരു ദിവസം എടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് ഞാൻ വഴിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട, എല്ലാം നമുക്ക് സെറ്റാക്കാം.